നമസ്കാരം. ഇറാൻ അമേരിക്ക ഇസ്രായേൽ സംഘർഷത്തിൽ ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടങ്ങൾ അവർക്കുണ്ടായിട്ടുണ്ട്. പല പ്രമുഖരും കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അവരൊരു കാര്യം ഉറപ്പിച്ചു പറയുന്നുണ്ട്. അതായത് ഞങ്ങൾ ഇല്ലാതായാൽ അല്ലെങ്കിൽ ഇല്ലാതാകുമ്പോൾ ഇസ്രായേലിനെ കൂടെ ഞങ്ങൾ കൂട്ടും എന്ന് അവർ ഉറപ്പിച്ചു പറയുന്നുണ്ട്. ഇനിയും ഒരു 6 മാസം വേണമെങ്കിലും യുദ്ധം ചെയ്യാനുള്ള ശേഷി ഞങ്ങൾക്കുണ്ട് എന്നും അവർ വ്യക്തമാക്കുന്നുണ്ട്. അവരുടെ ബാലിസ്റ്റിക് മിസൈൽ പദ്ധതി അതൊക്കെ കൃത്യമായി മുറപോലെ നടക്കുന്നുണ്ട് എന്നും അവർ പറയുന്നുണ്ട്. എന്തായാലും അധിനിവേശ ശക്തികളെ സംബന്ധിച്ചിടത്തോളം അവരെ അടപടലം പൂട്ടും എന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ചില നീക്കങ്ങൾ കണ്ടാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അധിനിവേശ പലസ്തീനിൽ തുടർച്ചയായ ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ ഇറാഖിലെ US ബേസിനു നേരെ ഇപ്പോൾ പുതിയ ഒരു ഗ്രൂപ്പ് കൂടെ ആക്രമണം തുടങ്ങിയിരിക്കുന്നു. അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അതിന്റെ ദൃശ്യങ്ങളൊക്കെ പുറത്തുവിട്ടിട്ടുണ്ട്. ഇന്നലെ രാത്രി ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസ് ഗ്രൂപ്പ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഇറാനോടൊപ്പം ചേർന്ന് ആ അമേരിക്കൻ ബേസുകൾക്ക് നേരെ ആക്രമണം നടത്തി എന്നുള്ളതാണ് വാർത്ത മാത്രമല്ല, അതിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. കൃത്യമായി അത് ലക്ഷ്യസ്ഥാനത്ത് പതിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും അമേരിക്കക്കും ഇസ്രായേലിനും ഇവിടെ ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ ചെറുതല്ല. ഒരു ഭാഗത്ത് ഇറാന്റെ ഭാഗത്ത് വലിയ നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ അതേ രീതിയിൽ തന്നെ ഒറ്റക്ക് നിന്നുകൊണ്ട് ഈ അധിനിവേശ ശക്തികളെ ഇവിടെ ഇറാൻ നേരിടുന്നു, അവരെ ശക്തമായി തന്നെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ്. ഏറ്റവും അവസാനം പുറത്തു വന്ന ഒരു വിവരം അത് അമേരിക്കക്ക് എത്ര വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു വിവരമാണ്. അതായത് എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന പടക്കപ്പൽ കെട്ടി ആനയിച്ച് പലരും ഇവിടെ അകമ്പടി സേവിച്ചൊക്കെയാണ്, ഒരുപാട് ചെറിയ കപ്പലുകളൊക്കെ അകമ്പടി സേവിച്ചാണ് ഇവിടെ ഇറാൻ തീരത്തെത്തിയത്, ഇറാനെ ആക്രമിക്കുന്നതിന് വേണ്ടി വന്നത്. ഈ കപ്പലിന് നേരെ തുടർച്ചയായി ഇറാന്റെ ആക്രമണം ഉണ്ടായി എന്ന വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇറാൻ അത്തരത്തിലുള്ള അവകാശവാദങ്ങൾ ഉന്നയിച്ചിരുന്നു. അമേരിക്ക അത് എതിർക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ പുറത്തു വരുന്ന വളരെ പ്രധാനപ്പെട്ട വിവരം ഈ കപ്പൽ പണിമുടക്കി എന്നുള്ളതാണ്. ഈ കപ്പൽ ഇനി ഉപയോഗിക്കാൻ കഴിയില്ല, യുദ്ധമുഖത്ത് ഈ കപ്പൽ കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന കാര്യം വ്യക്തമാവുകയാണ്. അതായത് അമേരിക്ക അടുത്ത നീക്കത്തിന് തുടക്കം കുറിച്ചു, അല്ലെങ്കിൽ അടുത്ത നീക്കം ഇവിടെ ഏറെക്കുറെ അമേരിക്കയുടെ നീക്കം എന്താണ് എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു എന്നുള്ളതാണ്. USS ജോർജ് HW ബുഷ് എന്നു പേരുള്ള മറ്റൊരു പടക്കപ്പലിനെ ഇപ്പോൾ അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക് കൊണ്ടുവരികയാണ്. ഇവിടെ സമൂഹ മാധ്യമങ്ങളിൽ ഉയർന്നു വരുന്ന പ്രതികരണങ്ങൾ വളരെ രസകരമാണ്. അതായത് ഈ കപ്പലിനെ, അതായത് USS എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പലിനെ കെട്ടിവലിക്കാനാണത്രേ USS ജോർജ് HW ബുഷ് എന്ന് പറയുന്ന കപ്പൽ അമേരിക്ക കൊണ്ടുവരുന്നത് എന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന പ്രതികരണങ്ങൾ. എന്തായാലും കെട്ടിവലിക്കാനാണോ അല്ലയോ എന്നൊന്നും പറയാൻ ഞാനിപ്പോൾ ആളല്ല. ഒരു കാര്യം ഉറപ്പാണ്, എബ്രഹാം ലിങ്കൺ തൽക്കാലം പണിമുടക്കിയിട്ടുണ്ട്. ഈ പണിമുടക്ക്, ഈ ഒരു പ്രശ്നം, ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ പുതിയ പടക്കപ്പലുമായി അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക് വരുന്നത് എന്ന വാർത്തകൾ അത് ഏറെക്കുറെ സത്യമാണെന്ന് നമുക്ക് വിശ്വസിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്.